നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. രാഹുലിന് സംസാരിക്കാൻ ഒരു മാധ്യമം ഒരു അവസരം കൊടുക്കുന്നു. പിന്നീട് ഇങ്ങോട്ട് വലിയ സൈബർ ആക്രമണങ്ങൾ. മാധ്യമപ്രവർത്തകരിൽ നിന്ന് പലരും ഹാഷ്മിയെ തെറിവിളിക്കുന്നു. സൈബർ വെട്ടുകിളിക്കൂട്ടം CPM-ന്റെ ഗ്രൂപ്പുകാർ ഹാഷ്മിയെ തെറിവിളിക്കുന്നു. ആ തെറിവിളികളൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഷഹനാസും രാഹുലിനെതിരെ ചില വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ട് രംഗത്ത് വരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ജസ്ല മാടശ്ശേരി സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടുകൊണ്ട് രംഗത്ത് വരുന്നു. ഇതിനിടയിൽ ലക്ഷ്മി പത്മയ്ക്കും ഒരു പണി കിട്ടി. കാരണം ലക്ഷ്മി പത്മ ഒരു പോസ്റ്റ് ഇട്ടതിനകത്തെ ചില ഡേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയതിലെ കൃത്യമായി അത് ഉയർത്തി കാണിച്ചുകൊണ്ട് രാഹുലിൻ്റെ സുഹൃത്ത് ഫെനി നൈനാൻ രംഗത്തേക്ക് വരുന്നു. ഇവിടെ രാഹുലിൻ്റെ ഇൻ്റർവ്യൂ കണ്ടപ്പോഴും രാഹുൽ ഈ ദൃശ്യം സിനിമയിൽ ഒരു ഡേറ്റ് ഓർമ്മിപ്പിക്കുന്നത് പോലെ തന്നെ രാഹുലും ചില ഡേറ്റുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയായിരുന്നു. ഞാൻ ക്രൂരമായി പീഡിപ്പിച്ചെങ്കിൽ പിന്നീട് അവർ ഞാനുമായിട്ട് എന്തിനു ബന്ധം സൂക്ഷിച്ചു എന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ ഉയർത്തിവിടുന്നുണ്ട്. അപ്പോൾ ജനങ്ങളിലേക്ക് രാഹുൽ പറഞ്ഞു വെക്കുകയാണ്. ഉഭയസമ്മതത്തോടെ തന്നെയാണ് ഇത് നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ മാങ്കൂട്ടത്തിൽ എന്നുള്ളത് മാറിയിട്ട് ഇപ്പോൾ ഉഭയസമ്മതം രാഹുൽ എന്നുവരെ ആയിട്ടുണ്ട്. രസകരമായ കാഴ്ചകൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ ഒരു വെടിക്കെട്ടിൻ്റെ തുടക്കം രാഹുല 24 ന്യൂസിൻ്റെ ചാനൽ ഫ്ലോറിൽ പോയി ഹാഷ്മിയുമായി നടത്തിയൊരു അഭിമുഖമാണ്. അഭിമുഖത്തിൽ നമുക്ക് കുറ്റമൊന്നും പറയേണ്ടതില്ല. കാരണം ഏതൊരു കുറ്റാരോപിതനും അയാൾക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കണം. ഹാഷ്മിയുടെ ചോദ്യങ്ങൾ നല്ലതായിരുന്നു. പക്ഷേ ഹാഷ്മിയുടെ ചോദ്യങ്ങൾക്കപ്പുറം ആ അഭിമുഖത്തിൽ രാഹുലിന് ഒരു അതീശത്വമുണ്ട്. കാരണം ഹാഷ്മി ഒരു അഭിമുഖം ചോദിക്കുമ്പോൾ രാഹുൽ ചില കാര്യങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യും. ഞാൻ നിങ്ങൾക്ക് അഭിമുഖം തരാം, പക്ഷേ എനിക്ക് എൻ്റെ സ്പേസ് വേണം. എനിക്ക് കൃത്യമായ കാര്യങ്ങൾ വിശദീകരിക്കാൻ, കൃത്യമായി എൻ്റെ കാര്യങ്ങൾ പറയാനുള്ള ഒരു അവസരം അതിൽ തരണം. എന്നെ അത്രയധികം പ്രകോപിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കരുത്. ഈ ഒരു വ്യവസ്ഥ എന്തായാലും രാഹുൽ വെക്കും. ആ വ്യവസ്ഥ പാലിച്ചിട്ടുണ്ടാവണം. ഹാഷ്മിയുടെ മുന്നിൽ ചെന്നിരിക്കുന്ന രാഹുലിൻ്റെ മുഖത്ത് ഒരു ഭയവുമില്ല, ഒരു വെപ്രാളവുമില്ല. രാഹുൽ തികഞ്ഞ ഒരു കോൺഫിഡൻസിലായിരുന്നു. ആ കോൺഫിഡൻസ് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഹാഷ്മി രാഹുലിൻ്റെ ഒരു സുഹൃത്താണ്. ഒരു പരിധിക്കപ്പുറം വേട്ടയാടില്ല എന്നൊരു പക്ഷേ ഉറപ്പിച്ചിരിക്കാം. രണ്ടാമത്, കോടതിയിൽ നിന്ന് വളരെ അനുകൂല വിധി നേടി ശക്തനായി വീണ്ടും പോർക്കളത്തിലിറങ്ങിയ രാഹുലിനെയാണ് ഹാഷ്മി അഭിമുഖം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 3 പരാതിക്കാരുടെ കേസുകളിൽ ആദ്യ പരാതിക്കാരിയുടെ ആ കേസിൽ ഒഴിച്ചാൽ 2ാം പരാതിക്കാരിയുടെ കേസിൽ 3ാം പരാതിക്കാരിയുടെ കേസിൽ ഇപ്പോൾ തന്നെ മുൻകൂർ ജാമ്യം കോടതിയിൽ നിന്ന് നേടിയെടുത്തിട്ടുണ്ട് രാഹുൽ. 1ാം പരാതിക്കാരിയുമായുള്ള പ്രശ്നത്തിൽ ഹൈക്കോടതി വളരെ അനുകൂല നിലപാടിൽ ചില നിരീക്ഷണങ്ങൾ നടത്തുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇവിടെയാണ് രാഹുൽ വളരെ തന്ത്രപരമായി അഭിമുഖത്തിൽ പ്രതികരിച്ചത്. രാഹുലിൻ്റെ പ്രതികരണം പല കേന്ദ്രങ്ങളെയും വിറളി പിടിപ്പിച്ചു. അതിൻ്റെ പ്രതിഫലനം നമ്മൾ തൊട്ടടുത്ത ദിവസം കണ്ടു. ലക്ഷ്മി പത്മ ഫേസ്ബുക്കിൽ ഒരു കാച്ചി. 3ാം അതിജീവിതയിൽ നിന്ന് താൻ പണമൊന്നും ആവശ്യപ്പെട്ടില്ല എന്നാണ് രാഹുൽ തൻ്റെ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത്. അത് തെറ്റാണ് എന്ന് പറഞ്ഞ് ലക്ഷ്മി പത്മ കുറേയധികം ചാറ്റുകളും മറ്റ് തെളിവുകളുമൊക്കെ ഇട്ടു. ഈ സാധനം പർച്ചേസ് ചെയ്യുന്നതിൻ്റെ, ഓൺലൈൻ ഓർഡർ കൊടുക്കുന്നതിൻ്റെ ഡീറ്റെയിൽസൊക്കെ. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലക്ഷ്മി പത്മ 1ാം അതിജീവിതയെ കേരളത്തിന് വെളിപ്പെടുത്തിയ ഒരു ജേർണലിസ്റ്റാണ്. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി പത്മ ഒരു പോസ്റ്റ് ഇട്ട് നമ്മുടെ ഓർമ്മയിലുണ്ട്. മറ്റ് നിരവധി മാധ്യമ ലോകത്തുള്ളവരെ ഇത്തരം വേട്ടയാടലുകൾക്ക് വിധേയമാക്കി രാഹുൽ എന്ന കാര്യം കൂടി ലക്ഷ്മി പത്മ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ രാഹുൽ വേട്ടയാടിയവരുടെ ചരിത്രമൊക്കെ ലക്ഷ്മി പത്മ കരുതുന്ന ലക്ഷ്മി പത്മയ്ക്ക് അറിയാം. ഇവിടെ 3ാം അതിജീവിത അവർ കാനഡയിലാണ്. എന്നിട്ട് ലക്ഷ്മി പത്മ അവരെ ബന്ധപ്പെട്ടിരിക്കുന്നു, അവരുടെ മുഴുവൻ വിവരങ്ങളും ശേഖരിച്ചിരിക്കുന്നു. അപ്പോൾ രാഹുലിനെതിരെ ഒരു ആസൂത്രിത ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പിടി സ്ത്രീകളുണ്ടോ എന്ന സംശയം ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കുന്നതാണ് ഈ ലക്ഷ്മി പത്മയുടെ പ്രതികരണങ്ങൾ. ഇനി അവരുടെ പോസ്റ്റിലേക്ക് വരുമ്പോൾ ആ പോസ്റ്റ് വളരെ വിചിത്രമായിപ്പോയി. കാരണം ഏപ്രിൽ 8-ാം തീയതി അല്ലേ, രാഹുൽ ഈ 3ാം അതിജീവിതയെ അതിക്രൂരമായി ദേഹമാസകലം മാന്തിക്കേറി, തുപ്പി, മുഖത്ത് കടിച്ച് വളരെ ലൈംഗിക വൈകൃതക്കാരനെ പോലെ ഇവരെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ആ ദിവസം ക്ലബ് 7 ഹോട്ടലിലെ. പക്ഷെ ഈ 8-ാം തീയതിക്കത്തെ ബലാത്സംഗത്തിന് ശേഷം ഏപ്രിൽ 14-ന് 10,000 രൂപ ഈ പരാതിക്കാരി രാഹുലിന് അയച്ചു കൊടുക്കുകയാണ്. പക്ഷെ അവിടെ ലക്ഷ്മി പത്മയ്ക്ക് ഒരു അബദ്ധം പറ്റി. ഈ പണം അയച്ചു കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ ഈ ഏപ്രിൽ 14 എന്നുള്ള മായ്ച്ചു കളഞ്ഞു.
അതെന്തിനാണ്? ഇപ്പോൾ ഏപ്രിൽ 8 14 തമ്മിൽ 6 ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ. അതിക്രൂരമായ ഒരു ബലാത്സംഗം നടന്ന 6 ദിവസം കഴിഞ്ഞപ്പോൾ 10,000 രൂപ ഇവർ എന്തിനയച്ചു കൊടുത്തു? ഈ ചോദ്യമാണ് ഫെനി ഉയർത്തിയത്. രാഹുലിന് അയച്ചു കൊടുത്ത ഒരു 2,500, 7,500, 10,000, 20,000 രൂപ ഈ യുവതി എന്തിനാണ് രാഹുലിന് അയച്ചു കൊടുത്തത്? ഇവിടെ രാഹുൽ പറഞ്ഞത് താൻ പണം ആവശ്യപ്പെട്ടില്ല എന്നാണ്. ഫെനി വെല്ലുവിളിക്കുന്നത് രാഹുൽ പണം ആവശ്യപ്പെട്ടു എന്നതിൻ്റെ രേഖകൾ നിങ്ങൾ പുറത്തുവിടാൻ. അപ്പോൾ അത്തരം ഒരു രേഖയും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ പരാതിക്കാരി രാഹുലിന് തുടർച്ചയായി പൈസ അയച്ചുകൊണ്ടിരുന്നത്? പിന്നെ എന്നാ ഗോട്ട് മിൽക്കിലുള്ള ഷാമ്പു അല്ല ഫേസ് വാഷ് വളരെ വിചിത്രമായ ചില സാധനങ്ങളൊക്കെ ഇയാൾക്ക് അയച്ചു കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത്ര ക്രൂരമായി വേട്ടയാടിയ ഒരു യുവതി ഇത്രയധികം ഗിഫ്റ്റുകൾ, പണം എന്തിനാണ് ഈ രാഹുലിന് അയച്ചു കൊടുത്തത്? അവരൊരു വൈവാഹിക ജീവിതത്തിൽ തുടരുന്ന ഒരു സ്ത്രീയാണ്, ഭർത്താവുണ്ട്, കാനഡയിലാണ്. രാഹുലിന് അങ്ങോട്ടേക്ക് ചെന്ന് പരിചയപ്പെട്ടതാണ്. ആ ബന്ധം തങ്ങൾക്കിടയിലുള്ളത് വളരെ ഊഷ്മളമായ ഒരു സൗഹൃദമാണെന്ന് രാഹുൽ പറയുന്നു. ഉഭയസമ്മതപ്രകാരം തങ്ങൾ ലൈംഗിക ബന്ധത്തിലടക്കം ഏർപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്കിടയിൽ വലിയ സൗഹൃദവും ബന്ധമൊക്കെ ഉണ്ട്. പക്ഷേ ആ യുവതി എന്തുകൊണ്ട് തനിക്കെതിരെ ഇങ്ങനെ തിരിഞ്ഞു എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ മൂന്നാം അതിജീവിതയെ വീണ്ടും ദുർബലപ്പെടുത്തുന്ന ഒരു വാദമായി പോയി ലക്ഷ്മി പത്മ മുന്നോട്ട് വെച്ചത്. ഇവിടെ ലക്ഷ്മി പത്മയെ ചുടിപ്പിച്ച ചില കാര്യങ്ങളുണ്ടാവാം. ഒന്ന്, രാഹുൽ ഈ ഹാഷ്മിയുടെ മുന്നിൽ ചെന്നിരിക്കുമ്പോൾ ഒരു കൃത്യതയോടെ ഒരു സ്പേസ് ഉപയോഗിച്ചു. കോടതിയിൽ മറുപടി കൊടുത്തിട്ടുണ്ട് ഈ 1, 2, 3 അതിജീവിതകൾക്ക്. ജാമ്യാപേക്ഷയിൽ, കോടതിയിലെ വാദത്തിൽ ഒക്കെ ഞങ്ങൾക്കിടയിൽ സൗഹൃദം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് വളരെ വിശദമായ വാദം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 3 അതിജീവിതകൾക്കുമുള്ള മറുപടി കോടതിയിൽ വെച്ച് കൊടുത്ത രാഹുലിന് മറുപടി കൊടുക്കാൻ പറ്റാത്തൊരു 3 സ്ത്രീകളുണ്ടായിരുന്നു. അവർ, ഒന്ന് നമുക്കറിയാം റിനി ആൻ ജോർജ്, 2 ഷെഹനാസ് കോൺഗ്രസ് നേതാവ്, 3 നമ്മുടെ മൂന്നാമത്തെ ഒരു സ്ത്രീ കൂടി ഉണ്ടല്ലോ, ഒരു യുവതി കൂടിയുണ്ട്. അങ്ങനെ ഷെഹനാസും റിനി ആൻ ജോർജും ഉൾപ്പെടുന്ന ഈ 3 സ്ത്രീകൾ, അവർക്ക് കൃത്യതയോടെ ഒരു മറുപടി കൊടുക്കണം എന്ന് ഉറപ്പിച്ച് തന്നെയാണ് അഭിമുഖത്തിൽ രാഹുൽ ചെല്ലുന്നത്. അങ്ങനെ ഷെഹനാസുമായുള്ള തൻ്റെ സൗഹൃദം അത് രാഹുൽ വിവരിക്കുന്നുണ്ട്. ഷെഹനാസിന് ശരിക്കും ഉത്തരം മുട്ടിക്കുന്ന തലത്തിലാണ് രാഹുൽ കാര്യങ്ങൾ വിശദീകരിച്ച്. ഷെഹനാസ് എന്തുകൊണ്ട് ഇങ്ങനെ പ്രതികരിച്ചു എന്ന് തനിക്കിപ്പോഴും അത്ഭുതം തോന്നുന്നു. മറ്റൊരു യുവതി ഹണി ഭാസ്കരൻ, പെട്ടെന്ന് ഞാൻ ഓർത്തില്ലായിരുന്നു. ഹണി ഭാസ്കരനെ സംബന്ധിച്ച് ഒരു പാതി വെന്ത ഒരു ചാറ്റ് പുറത്തു വിട്ടുകൊണ്ടെന്ന് രാഹുലിനെ കടന്നാക്രമിച്ചു. രാഹുൽ പച്ചക്കങ്ങ് വെല്ലുവിളിച്ചില്ല മുഴുവൻ ചാറ്റും പുറത്തു വിടാൻ. അപ്പോൾ രാഹുലിൻ്റെ വെല്ലുവിളി ഏറ്റെടുത്ത് ഹണി ഭാസ്കരൻ പിന്നീട് മുന്നോട്ട് വന്നില്ല. റിനി ആൻ ജോർജിൻ്റെ പൊടി പോലും പിന്നീട് കണ്ടില്ല. പക്ഷെ ഷെഹനാസ് പുറത്തിറങ്ങി. ഷെഹനാസ് പറയുന്നത് തനിക്ക് അഴിഞ്ഞു വീഴാനൊന്നുമില്ലെന്നാണ്, വെല്ലുവിളിക്കുകയും ചെയ്തു. പക്ഷെ ആ വെല്ലുവിളിയിൽ ഒരു ദുർബലത പബ്ലിക്കിന്, സോഷ്യൽ മീഡിയയ്ക്ക് ഫീൽ ചെയ്യുന്നു. ഇവരൊക്കെ എന്തിനാണ് ഇയാളിലേക്ക് ഒരു സൗഹൃദത്തിന് ചെന്ന മിക്കവരും, അല്ലെങ്കിൽ സൗഹൃദം തുടരാൻ ആഗ്രഹിച്ചത്? ഇയാളൊരു മോശപ്പെട്ട സ്വഭാവത്തിനുടമയായി എന്ന് മനസ്സിലാക്കിയപ്പോൾ തിരിഞ്ഞു നടന്നു എന്നാണ് മിക്കവരും അവകാശപ്പെടുന്നത്. അവരൊക്കെ പറയുന്നത് ആദ്യ ഇടപാടുകളിൽ തന്നെ നമുക്കറിയാം. റിനി ആൻ ജോർജ് പറഞ്ഞത് ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ പരിചയപ്പെട്ട് 24 മണിക്കൂറിനകം ഒരു മോശപ്പെട്ട മെസ്സേജ് വന്നു. പക്ഷെ പിന്നീട് അവർ നിരന്തരം രാഹുലിനെ വിളിക്കുന്നു. രാഹുലിന് ഒരിക്കൽ ഫോൺ ചെയ്തിട്ട് സ്വന്തം അമ്മയ്ക്ക് ഫോൺ കൊടുക്കുന്നു. അമ്മയ്ക്ക് രാഹുലിന് വലിയ കാര്യമാണെന്ന് പറയുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലടക്കം തൻ്റെ പിന്തുണ പ്രഖ്യാപിക്കുന്നു. അതുപോലെ തന്നെ ഷെഹനാസ് രാഹുലിന് ചില ഉപദേശങ്ങൾ കൊടുക്കുന്നു. ഈ മാനഹാനിക്ക് നോട്ടീസ് നൽകണമെന്നൊക്കെ ഷെഹനാസ് പറയുന്നുണ്ട്. എന്തിനാണ് ഇത്ര വെറുക്കപ്പെട്ടവനാണെങ്കിൽ, ഇത്ര മ്ലേച്ഛ സ്വഭാവത്തിനുടമയാണെങ്കിൽ അയാളുമായി ഇവരൊക്കെ ബന്ധപ്പെടാൻ പോകുന്നത്? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഒരു കൂട്ടം സ്ത്രീകൾ, മിക്കവരും ഈ സെലിബ്രിറ്റി മോഡിൽ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നവരാണ്. അവരൊക്കെ രാഹുലുമായി പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നു, രാഹുലുമായൊരു ബന്ധം തുടരുന്നു. ആ സൗഹൃദം ഏറ്റവും ഒടുവിൽ ഇതെല്ലാം കൂടെ പൊളിഞ്ഞു പണ്ടാരടങ്ങുന്നതിന് ഒറ്റ കാരണം നമുക്ക് മനസ്സിലാവുന്നത്, ഈ രാഹുൽ മറ്റ് സ്ത്രീകളുമൊക്കെയായി ബന്ധം പുലർത്തുന്നു എന്ന് ഓരോരുത്തരും തിരിച്ചറിഞ്ഞപ്പോൾ എല്ലാവരും തകർന്നു, എല്ലാവരും പൊട്ടിത്തെറിക്കുന്നു. ചില സ്ത്രീകൾ വളരെ ഭീഷണി സ്വരത്തിൽ രാഹുലിനെ തകർക്കും എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് കളത്തിലിറങ്ങുന്നു. അപ്പോൾ ഇതൊരു വിചിത്ര കേസാണ്. രാഹുലിൻ്റെ ധാർമ്മികതയോ രാഹുലിൻ്റെ സാൻമാർഗികതയോ ഒക്കെ അവിടെ നിൽക്കട്ടെ, മറിച്ച് എന്തിനാണ് വിവാഹം കഴിച്ച സ്ത്രീകൾ കൂട്ടത്തോടെ രാഹുലിലേക്ക് ചെല്ലുന്നത്? എന്തിനാണ് ഈ സ്ത്രീകൾ ഒരു സൗഹൃദമെന്ന് രാഹുലിനോട് ആവശ്യപ്പെടുന്നത്?
തിരികെ രാഹുൽ എന്തിനാണ് ഈ സ്ത്രീകളുമൊക്കെയായി മറ്റ് ബന്ധങ്ങൾക്ക് ശ്രമിക്കുന്നത്? ഈ എല്ലാ പെണ്ണുങ്ങളോടും ചാറ്റ് ചെയ്യുന്നുണ്ട് രാഹുൽ, അത് സമ്മതിക്കണം. ഇപ്പം ജസ്ല മാടശ്ശേരി പറയുന്നത് കുരിപ്പ് കോഴി എന്നാണ്. ഈ എവിടുന്ന് വന്നു അറിയത്തില്ല. ഇത്രയും ദിവസം കൂടിയാണ് ജസ്ല ഇന്നലെ നമ്മൾ ഈ ധാർമ്മികതയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് ഈ എല്ലാവരും പറയുന്നത് അതിൽ ധാർമ്മികത എന്തിനാണ് ചോദ്യം ചെയ്യുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് ചോദിക്കാനുള്ളത്, ഇതിൽ ധാർമ്മികത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം രാഹുൽ ഒരു വഴിയെ നടക്കുന്ന ഏതെങ്കിലും ഒരു സാധാരണക്കാരനല്ല, അയാളൊരു ജനപ്രതിനിധിയാണ്. അയാൾ അവിവാഹിതനാണ് എന്നുള്ളത് എല്ലാത്തിനും ഒരു ലൈസൻസ് അല്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് രാഹുൽ എല്ലാവരുമായിട്ടും, അതായത് അങ്ങോട്ട് പരിചയപ്പെടാനുള്ള ഒരു വ്യഗ്രത കാണിക്കുന്നുണ്ട്. ഈ ജസ്ല മാടശ്ശേരിയുമായിട്ടൊക്കെ വർഷങ്ങൾക്ക് മുൻപ് പരിചയമുള്ളതാണ്. ആ സമയത്ത് KSUവിൽ ഉണ്ടായിരുന്ന സമയത്താണ്. അപ്പോൾ ജസ്ല മാടശ്ശേരിക്ക് അങ്ങോട്ടേക്കാണ് രാഹുൽ ചാറ്റ് ചെയ്യുന്നത്. വല്ലാത്ത രീതിയിലുള്ള അത് കാണുമ്പോൾ തന്നെ നമുക്ക് വലിയ മോശമൊന്നും കണ്ടില്ല. അത് പുരുഷന്മാർക്ക് മോശമായി തോന്നില്ല, പക്ഷെ ഒരു സ്ത്രീ എന്ന നിലയിൽ അവർക്ക് ആ ചാറ്റ് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇയാൾ എന്തിനാണ് എനിക്ക് പരിചയമില്ലാത്ത ഒരാൾ ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കുന്നത് എന്ന് ഏതൊരു സ്ത്രീക്കും തോന്നും. അവിടെ ആ ചാറ്റ് അവസാനിപ്പിച്ച് അവർ പോകുന്നു എന്നാണ്. അപ്പോൾ ഈ ഇന്റർവ്യൂ കണ്ടതുകൊണ്ടാണ് എനിക്ക് രാഹുലിനെ അത്ര അങ്ങോട്ട് ദഹിച്ചില്ല, അപ്പോഴാണ് പ്രതികരിച്ചത് എന്ന് പറയുന്നത്. പക്ഷെ അവർ ഇതിനു മുൻപ് പ്രതികരിക്കണമായിരുന്നു. കാരണം അയാൾ പാലക്കാട് നിന്ന് മത്സരിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ KSUകാരിയായിരുന്ന ഈ ജസ്ല മാടശ്ശേരിക്ക് പറയാമായിരുന്നു, രാഹുൽ ഇത്തരത്തിൽ ലൈംഗിക വൈകൃതമുള്ള ഒരാളാണ്, അയാളെ സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി തീരുമാനിക്കരുത്, അങ്ങനെ ഒരു നടപടി എടുക്കരുതെന്നൊക്കെ മുൻപ് പ്രതികരിക്കാമായിരുന്നു. പക്ഷെ അവർ ആ രീതിയിലൊന്നും പ്രതികരിച്ചില്ല. ഇപ്പോഴാണ് പ്രതികരിക്കുന്നത്. പക്ഷേ രാഹുൽ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഈ സ്ത്രീകളുമായിട്ട് മെസ്സേജ് ചെയ്യാൻ, ചാറ്റ് ചെയ്യാൻ അയാൾ അതിനൊരു അവസരം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അയാൾ അവസരം വിനിയോഗിക്കാൻ കൃത്യമായി കഴിവുള്ള ഒരാളാണ്. അയാൾ ഇപ്പോൾ MLA ആയിട്ടിരിക്കുമ്പോൾ പാലക്കാട് ഒരുപാട് സ്ത്രീകൾ അയാളുടെ മുൻപിലേക്ക് വരും. അവരെയൊക്കെ ഈ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു അവസരമായി അതിനെ കാണുകയാണെങ്കിൽ അത് തെറ്റല്ലേ? ധാർമ്മികമായി അത് വലിയ തെറ്റ് തന്നെയാണ്. പക്ഷേ ഈ അതിജീവിതകൾക്ക് ചെറിയൊരു പ്രശ്നം നമുക്ക് ഈ എൻ്റെ സ്റ്റോറി എടുക്കുമ്പോൾ മനസ്സിലാവുന്നത്, ഇതിലിപ്പോൾ ജസ്ല മാടശ്ശേരിയുടെ ഒറ്റപ്പെട്ട സംഭവമായിരിക്കും അങ്ങോട്ട് കയറി ചാറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ബാക്കി മിക്കതൊന്നും ഈ പരാതി വന്നിരിക്കുന്ന 3 സ്ത്രീകളും രാഹുലിനെ ഇങ്ങോട്ട് പരിചയപ്പെടാൻ വന്നതാണ്, സൗഹൃദം സ്ഥാപിക്കാൻ വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ ഭൂരിപക്ഷം സ്ത്രീകളും രാഹുലിലേക്ക് വന്നതാണ്. ഈ വരുന്ന സ്ത്രീകളെ രാഹുൽ ഉപയോഗിക്കാമോ എന്നത് രണ്ടാമത്തെ ചോദ്യം. രാഹുലിൻ്റെ ധാർമ്മികത അത് തികച്ചും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ ഈ സ്ത്രീകൾ എന്തുകൊണ്ടാണ് ഇവിടെ സമൂഹ മാധ്യമങ്ങളിൽ ഒറ്റപ്പെട്ടു പോയത്? അവരെന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്? നമുക്ക് ഈ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന കമൻറ്റ് ബോക്സുകളൊന്നും എന്തുകൊണ്ടാണ്? അപ്പോൾ ഒരാളെ മുച്ചൂടും ചീത്ത പറയുമ്പോൾ അയാളെ വലിയ തലത്തിൽ ഒരു കുറ്റക്കാരനാണ്, ഒരു വേട്ടക്കാരനാണ് എന്ന് ആരോപിക്കുമ്പോൾ ആ വേട്ടയിലേക്ക് അയാൾ എത്തിയ സംഭവം കൂടി സമൂഹ ചർച്ച ചെയ്യും. അവിടെയാണ് ജനങ്ങൾ തിരിച്ചറിയുന്നത് ഇതിലെ മിക്ക സ്ത്രീകളും അങ്ങോട്ടേക്ക് ചെന്ന് പരിചയപ്പെട്ടതാണ്, അങ്ങോട്ടേക്ക് ചെന്ന് സൗഹൃദം കൂടുതലാണ്. പിന്നീട് ഇയാളുമായി ബന്ധം തുടരുമ്പോഴും അവരയാൾക്ക് പണം കൊടുക്കുന്നു, ഗിഫ്റ്റുകൾ അയച്ചു കൊടുക്കുന്നു. അയാളെ നിലനിർത്താനുള്ള ശ്രമങ്ങൾ ഇവർ തുടരുന്നു. അത് വിവാഹിതയായ സ്ത്രീകളുടെ കാര്യത്തിൽ നമ്മൾ എടുത്തു പറയണം. കാരണം അവിവാഹിതന് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുകയല്ല, നമ്മൾ എടുത്തു പറയണം. കാരണം ഇയാളുമായുള്ളൊരു ബന്ധം തുടരാൻ ഇവരൊക്കെ ആഗ്രഹിക്കുന്നു. പക്ഷെ പിന്നീട് ഇയാൾ നിരവധി സ്ത്രീകളുമായി ഇത്തരത്തിൽ ബന്ധമുണ്ട് എന്ന സംശയം ഇവരിലേക്ക് വരുമ്പോഴാണ് ഇവരൊക്കെ പൊട്ടിത്തെറിക്കുന്നത്. അത് സ്വാർത്ഥതയാണ്, വ്യക്തി താല്പര്യങ്ങളുടെ പേരിലാണ് അവരുടെ പൊട്ടിത്തെറി. അവർ പ്രതികരിക്കുന്നത് സ്വന്തം സ്വാർത്ഥതയുടെ പേരിലാണ്. ഒരു വ്യക്തി സ്വാർത്ഥത ചില പൊട്ടിത്തെറികൾക്ക് കാരണമാകുമ്പോൾ അതിൽ ഒരു രാഷ്ട്രീയ വേട്ട കൂടി മിക്സ് ചെയ്ത് കൊടുത്ത് സ്റ്റേറ്റ് ഇടപെടുന്നു. ആ സ്റ്റേറ്റ് പോലീസിനെ ഉപയോഗിച്ച് ഇയാളെ വേട്ടയാടുന്നു. അതുകൊണ്ടാണ് ഇയാൾക്ക് സിമ്പതി കിട്ടിയത്. അയാളെ ആരും ന്യായീകരിക്കുന്നില്ല. പക്ഷേ അയാളെ വേട്ടയാടുന്നതിനെതിരെ ജനങ്ങൾ ഇത്ര ശക്തമായി പ്രതികരിക്കുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. ഇവിടെ ഇപ്പോൾ ഈ രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ഈ സ്ത്രീകൾക്ക് 2023-ലെയും 2024-ലെയും ഒക്കെ കഥകളാണ്. അന്ന് ഇവർക്കെല്ലാം പരിചയമുണ്ട്. അന്നൊന്നും ആരും മിണ്ടിയില്ലല്ലോ. ഈ അമിട്ട് പൊട്ടുന്ന പോലെ ഇപ്പോഴല്ലേ ഓരോരോ ഗുണ്ട് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ഉള്ളിൽ ഈ പുകഞ്ഞിരിക്കുന്ന സാധനം അങ്ങ് ബേസ്റ്റ് ഔട്ട് ആവുകയാണ്. അത് ഒരു സ്വാർത്ഥതയിലൂന്നിയ വെളിപ്പെടുത്തലുകളും സ്വാർത്ഥതയിലൂന്നിയ പരാതികളുമാണ്. അതിൽ നമുക്ക് രാഹുലിനെ കുറ്റപ്പെടുത്തേണ്ട, രാഹുലിനെ അനുകൂലിക്കേണ്ട, രാഹുലിൻ്റെ ചെയ്തികളെ നമ്മൾ ഒരു വിധത്തിൽ ന്യായീകരിക്കേണ്ട. പക്ഷേ ഇതിൽ രാഷ്ട്രീയം കലർന്നു. രാഷ്ട്രീയം കലരുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക്, ഒരു പോരാളി, പിണറായി വിജയനെതിരായ ഒരു പോരാളി എന്ന നിലയ്ക്ക് ഒരു കൂടുതൽ പിന്തുണ സമൂഹം ഇയാൾക്ക് കൊടുത്തു. അത്രയേ ഉള്ളൂ.
ഈ കഴിഞ്ഞ ദിവസം വരെ, അതായത് മുൻപ് വരെ വി.ഡി. സതീശൻ്റെ ഒരു നിലപാടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ബോധ്യത്തിൽ നിന്നെടുത്ത തീരുമാനമാണ്. കേരളം ഒരു അറബിക്കടൽ പോലെ ഇളകി വന്നാലും ആ നിലപാടിൽ നിന്ന് മാറില്ല. ഇതിനു മുൻപ് രാഹുലിനെ അയോഗ്യനാക്കണമെന്നുള്ള ആവശ്യമൊക്കെ വന്നപ്പോഴത്തേക്ക് അത് സർക്കാരിന്, നിയമസഭയ്ക്കൊക്കെ തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞ വി.ഡി. സതീശൻ പെട്ടെന്ന് കഴിഞ്ഞ ദിവസം ഒന്ന് പ്ലേറ്റ് മാറ്റിയിട്ടുണ്ട്. അതായത് രാഹുലിനെ അയോഗ്യനാക്കുന്നതിനെ എതിർത്തുകൊണ്ടുള്ള ഒരു സംസാരമായിരുന്നു. നിലപാട് ഇരുമ്പൊലൊക്കെ അല്ലല്ലോ, അതുകൊണ്ട് നിലപാടൊക്കെ മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ്. അപ്പോൾ നിലപാടൊക്കെ മാറും. പക്ഷേ ഇവിടെ നമ്മൾ ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയണം. സതീശൻ എപ്പോഴാണ് നിലപാടെടുത്തത്? സതീശൻ ആരോപണങ്ങൾ ഒരു കുത്തൊഴുക്ക് പോലെ ആദ്യഘട്ടത്തിൽ പുറത്തേക്ക് വന്നപ്പോഴാണ്. പിന്നീട് കോടതികൾ രാഹുലിന് അനുകൂലമാകുന്നു. നമ്മുടെ നിയമ സംവിധാനങ്ങൾ, നമ്മുടെ നിയമപരിരക്ഷ അത് രാഹുലിന് അനുകൂലമാകുന്നു. രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉയർത്തിയ മിക്ക യുവതികളിലേക്കും സംശയത്തിൻ്റെ മുന്നേ നീളുന്നു. അവർക്കൊക്കെ അവരുടെ ആരോപണത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടോ എന്ന സംശയം. പിന്നീട് കേരളത്തിലെ പൊതുസമൂഹം അതിൽ വലിയൊരു ഭാഗം രാഹുലിനോട് ചേർന്ന് നിൽക്കുന്നു. ഇതൊരു കോൺഗ്രസ് നേതാവിന്, പ്രതിപക്ഷ നേതാവിന് കാണാതിരിക്കാൻ കഴിയില്ല. അതിനെ കണ്ടില്ല എന്ന് നടിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സതീശൻ മുന്നോട്ട് കുതിച്ചാൽ അത് അപകടമുണ്ടാക്കും. നിയമസഭ എത്തിക്സ് കമ്മിറ്റിക്ക് പോലും അത്തരമൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല. അതൊക്കെ വലിയ കുഴപ്പങ്ങളിൽ ചെന്നെത്തുമെന്ന് സതീശന് മനസ്സിലായി. അതുകൊണ്ടാണ് ഒരു കൃത്യതയോടെ ഒരു നിലപാട് ഇപ്പോൾ വി.ഡി. സതീശൻ കൈക്കൊണ്ടിരിക്കുന്നത്. അതിനെ നമുക്ക് സതീശനെ വേണമെങ്കിൽ പരിഹസിക്കാം, പക്ഷേ സതീശൻ്റെ നിലപാട് ഇപ്പോൾ തെറ്റ് പറയാനൊന്നും കഴിയില്ല. ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ വിഷയത്തിൽ ഇപ്പോൾ സർക്കാർ ഏകദേശം ഒന്ന് വെട്ടിലായി എന്ന് വേണം കരുതാൻ. മുൻപ് അതിജീവിതമാരെ പിന്തുണച്ച പോലൊരു പിന്തുണ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ, അല്ലെങ്കിൽ മുൻപ് പല വേദികളും അതിജീവിതമാർക്ക് അല്ലെങ്കിൽ പരാതിയുമായി വന്ന പല നടിമാർക്കൊക്കെ വേദി കൊടുത്ത CPM ഇപ്പോൾ ഈ പറയുന്ന അതിജീവിതമാരെ അത്ര കണ്ടങ്ങോട്ട് സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. അല്ല, ഈ റിനിയായിട്ട് ബന്ധപ്പെട്ട ഒട്ടനവധി വെളിപ്പെടുത്തലുകൾ ഫെനി നടത്തിയല്ലോ ഇടയ്ക്ക്. റിനിയെ ശരിക്കും ഒരു പത്മ പോലെയുള്ള നല്ല വാക്കൊന്നും വേണ്ട, ഒരു വളരെ വെട്ടിലാക്കാൻ നമ്മുടെ ഫെനിക്ക് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ആരോപണങ്ങൾ ഉയർത്തി ഇയാളെ ഇപ്പോൾ അങ്ങ് തീർത്ത് കളയും എന്ന് പറഞ്ഞ് ചാടിത്തത്തി വരുന്നവരുടെ ഒന്നും നിലപാട് നമുക്ക് പൂർണ്ണമായി ന്യായീകരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഈ രാഹുൽ വിഷയത്തിൽ ഹാഷ്മി നടത്തിയ ഒരു ഇൻ്റർവ്യൂ, ആ ഇൻ്റർവ്യൂവിന് നേരെ വലിയ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുകയാണ്. എനിക്കും അയാൾക്കൊരു സംസാരിക്കാൻ ഒരു അവസരം കൊടുത്തതിൽ തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല. കാരണം മുൻപ് വേടനെ വിളിച്ചിരുത്തി ചർച്ചയെടുത്ത അരുൺകുമാർ ഇവിടെ ഉള്ളപ്പോൾ നമ്മൾ ഹാഷ്മിയെ അങ്ങനെ തെറ്റ് പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അന്ന് അതിനെതിരെ അതിൽ ധാർമ്മികത പൊങ്ങാത്തവരൊക്കെയാണ് ഇപ്പോൾ ഇതിൽ ധാർമ്മികത പൊങ്ങി ചോദ്യവുമായി രംഗത്തേക്ക് വരുന്നത്. പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഹാഷ്മി നമ്മൾ കണ്ടിട്ടുള്ളൊരു ഹാഷ്മി ഉണ്ട്, അതായത് അഗ്രസീവായി സംസാരിക്കുന്ന ഒരു ഹാഷ്മി. പക്ഷെ ഇവിടെ അങ്ങ് വളരെ പതുങ്ങിപ്പോയി. അധികം ചോദ്യങ്ങൾ ചോദിച്ച് രാഹുലിനെ ബുദ്ധിമുട്ടിക്കുന്നതേ ഇല്ല. അത് പക്ഷേ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയല്ലേ. കാരണം അയാൾ പലപ്പോഴും രാഹുലിന്റെ ചില കാര്യങ്ങൾ എടുത്തിട്ട് ചോദിക്കുമ്പോഴത്തേക്ക്, അതായത് ഈ അതിജീവിതമാരുമായിട്ടുള്ള ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ രാഹുൽ പറയുന്നുണ്ട് അതെല്ലാം കോടതിയിൽ ഇരിക്കുന്ന കാര്യമാണ്, അതിൽ പ്രതികരിക്കാൻ ഇപ്പോൾ കഴിയില്ല. ഈ ഒരു പഴുത് കൂടുതൽ അങ്ങ് രാഹുൽ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഹാഷ്മിക്ക് അധികം ചോദിക്കാൻ ഒരു അവസരം ഇട്ടുകൊടുക്കാതെ കൃത്യമായി അത് വിനിയോഗിക്കാൻ രാഹുലിന് സംസാരിക്കാൻ അറിയാം എല്ലായിടത്തും. എതിരെ നിൽക്കുന്ന ഒരാളെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാതെ അടിച്ചിരുത്താൻ ഒരു കഴിവ് അയാൾക്കുണ്ട്. അയാൾ പല കഴിവുകൾ ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. പക്ഷേ അയാൾ ഇപ്പോഴും ആരോപണ വിധേയനാണ്, പൂർണ്ണമായും അയാൾ കുറ്റവിമുക്തനല്ല. അപ്പോൾ ഇതൊരുമാതിരി വെളുപ്പിക്കുന്നത് പോലെ ആയിപ്പോയി. അല്ല, ഇന്ന് നമുക്ക് വേണമെങ്കിൽ ഒറ്റ ശ്വാസത്തിലങ്ങ് പറഞ്ഞു വയ്ക്കാം. ഹാഷ്മിയുടെ സംസാര ശൈലി തന്നെ ഒറ്റ ശ്വാസത്തിലാണല്ലോ. അപ്പോൾ ഇത് വെളുപ്പിക്കൽ എന്ന് നമുക്കിതിനെ പൂർണ്ണമായി വിശേഷിപ്പിച്ചുകൂടാ. ഇതൊരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ, അത് ഹാഷ്മി ഉപയോഗിച്ചു. പക്ഷേ രാഹുലിൻ്റെ ഒരു ശൈലി, അത് നമ്മളിവിടെ ഒന്ന് ചർച്ച ചെയ്യണം. രാഹുൽ ഈ കേസിൻ്റെ തുടക്കം തൊട്ട് ഈ അതിജീവിതമാരെ ഒരു തലത്തിലും പരാമർശിച്ചിരുന്നില്ല. അതിജീവിതക്കെതിരെ സംസാരിച്ചില്ല. നേരിട്ട് രാഹുൽ ആർമി സംസാരിച്ചാണ്, രാഹുൽ പറഞ്ഞിട്ടില്ല. ഈ കേസുകൾ വാസ്തവവിരുദ്ധമാണെന്ന് പറഞ്ഞിട്ടില്ല. ഈ സ്ത്രീകളെ തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഈ സ്ത്രീകളുമായി തനിക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞിട്ടില്ല. കോടതിയിൽ ഈ സ്ത്രീകളൊക്കെ ആയിട്ട് തനിക്ക് ബന്ധമുണ്ട്, ഉഭയസമ്മതപ്രകാരം അവരുമായി ബന്ധം പുലർത്തിയിരുന്നു, ഇതൊക്കെ സമ്മതിക്കുന്നുണ്ട് രാഹുൽ. അപ്പോൾ ജനങ്ങൾ നോക്കുമ്പോൾ ഇയാൾ പറയുന്നതിൽ കള്ളത്തരമില്ല എന്നൊരു ചിന്ത പൊതുവെ വന്നു. അതുതന്നെയായിരുന്നു ഇന്നലെയല്ല അഭിമുഖം നടന്നപ്പോൾ അയാളുടെ ഒരു കരുത്ത്. അയാളുടെ സംഭാഷണങ്ങളിൽ അയാൾക്ക് പറയേണ്ടാത്ത ഭാഗം വരുമ്പോൾ കോടതിയെ ചാരി രക്ഷപ്പെടാനുള്ളൊരു പഴുത് അവിടെ കിട്ടി.
പക്ഷെ പഴുതെന്ന് നമുക്ക് പൂർണ്ണമായി പറഞ്ഞുകൊണ്ട് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ ഒരു ചാനൽ അഭിമുഖത്തിൽ എന്തെങ്കിലുമൊക്കെ വെട്ടിത്തുറന്ന് വിളിച്ചു പറഞ്ഞാൽ അത് ഇയാളുടെ ജാമ്യത്തെ ബാധിക്കും. അപ്പോൾ ആ ഒരു എക്സ്ക്യൂസ് കൊടുത്തേ പറ്റൂ. പക്ഷെ മറുപടി പറയേണ്ടിടത്തൊക്കെ മറുപടി പറഞ്ഞു. മൂന്നാം അതിജീവിതയുടെ സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് അക്കമിട്ട് പറഞ്ഞു. പിന്നെ ഒരു യുവതിയെ കൊല്ലുന്ന കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ മുന്നിൽ 5 മെസ്സേജുകൾ പിന്നിലോട്ടും 5 മെസ്സേജുകൾ മുന്നിലോട്ടും നിങ്ങൾക്ക് പുറത്തുവിടാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഹാഷ്മിയെ ആ മെസ്സേജുകളൊക്കെ കാണിക്കാമെന്ന് പറയുന്നു. പിന്നീട് ഇത്രയധികം കുരുപൊട്ടാനൊരു കാരണമുണ്ട്. ഈ കോൺഗ്രസ് സതീശനുമായി ഇയാളെ ഒന്ന് കൂട്ടിയടുപ്പിക്കാൻ ഉള്ളൊരു ആകെ കിട്ടിയ ചാൻസ്, അത് പക്ഷേ ഇയാൾ ഉപയോഗിക്കുന്നില്ല എന്നത് ബാക്കിയുള്ളവർ നിരാശപ്പെടുത്തി. അയാൾ പറഞ്ഞ ചില പ്രയോഗങ്ങളുണ്ട്. ഒന്ന്, എന്നെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാം, പക്ഷേ എന്നിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കാൻ കഴിയില്ല. എന്നെ കോൺഗ്രസ് സംഘടന പുറത്താക്കിയാൽ അതൊരു സംഘടന ദൗത്യമെന്ന നിലയിൽ താൻ ഏറ്റെടുക്കും. അപ്പോൾ ഞാൻ പുറത്ത് നിൽക്കുകയാണ് സംഘടന തന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമെങ്കിൽ താൻ പുറത്ത് നിൽക്കും. അങ്ങനെ കോൺഗ്രസിനെ നെഞ്ചോട് ചേർത്ത് ഇപ്പോഴും പുണരുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിമുഖത്തിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അതൊരു കോൺഗ്രസ് പ്രവർത്തകനെ സംബന്ധിച്ച് ഒരു വികാരമുണർത്തുന്ന, അയാളാണ് ഇത്ര വലിയ നാണക്കേട് പാർട്ടിക്ക് ഉണ്ടാക്കി കൊടുത്തതും. എൻ്റെ ഉള്ളിൽ കോൺഗ്രസ് ഉണ്ട്, എൻ്റെ ഉള്ളിൽ നിന്ന് കോൺഗ്രസിനെ പറിച്ചു കളയാൻ കഴിയില്ല എന്നൊക്കെ പറയുന്ന ഒരാളാണ് ഇത്രയും വലിയ പടുകുഴിയിലേക്ക് ആ പാർട്ടിയെ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ കൊണ്ടെത്തിച്ചത്. അപ്പോൾ അയാളുടെ ഉള്ളിൽ എത്രത്തോളം കോൺഗ്രസ് ഉണ്ട്? അല്ല, ഈ പടുകുഴിയിൽ രാഹുൽ മാങ്കൂട്ടം കിടക്കുന്നു എന്നിപ്പോൾ പ്രക്ഷോഭ പറയുന്നു. അത് പ്രക്ഷോഭയുടെ ബോധ്യം. പ്രക്ഷോഭയെ പോലെ അനേകം ആളുകൾ ആ ബോധ്യം മനസ്സിൽ പേറുന്നവരുണ്ടാകാം. പക്ഷേ അയാൾ പടുകുഴിയിലാണോ അല്ലയോ എന്ന് പാലക്കാട്ടെ ജനങ്ങൾ തീരുമാനിക്കും. അയാൾ പാലക്കാട് പോയി സ്വതന്ത്രനായി മത്സരിച്ചാൽ ജനാധിപത്യത്തിൽ അയാൾക്ക് പിന്തുണയുണ്ടോ എന്ന് നമുക്ക് ആ ഒരു അളവുകോൽ വെച്ച് പരിശോധിക്കാൻ കഴിയും. അപ്പോൾ ഇയാളുടെ പതനമാണോ, അയാളുടെ പിടിച്ചു നിൽപ്പാണോ, അയാളുടെ ഭാഗം അയാൾ വിവരിക്കുന്നത് അയാൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞോ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അയാളുടെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രത്തിലൂടെ വിലയിരുത്താം. കാരണം രാഹുലിനെ പലപ്പോഴും ധാർമ്മികത ചോദ്യം ചെയ്യപ്പെടുന്നത്, രാഹുൽ പടുകുഴിയിലാണ് എന്ന് പറയുന്നത് അയാളുടെ സംഘടനാ പ്രവർത്തനങ്ങളും അയാളുടെ ജനാധിപത്യ സംവിധാനത്തിലെ ഒരു MLA സ്ഥാനവും അത് മുൻനിർത്തിയാണ്. ആ 2 കളത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ, ഒന്ന്, അയാൾ പാലക്കാട് സ്വതന്ത്രനായി മത്സരിച്ച് അയാൾക്ക് ജയിക്കാൻ കഴിയുമോ, പിന്തുണയുണ്ടോ, ഇത് നമുക്കെന്നറിയാം. പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും വലിയ തലത്തിൽ അയാൾക്ക് പിന്തുണയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അയാളെ നമുക്ക് പൂർണ്ണമായി എഴുതിത്തള്ളി അവസാനിപ്പിച്ചു എന്ന് കരുതാൻ വയ്യ. പിന്നെ എങ്ങനെ നമുക്ക് പാതാളക്കുഴിയിലാണ് എന്ന് പറയാൻ കഴിയും? ഇത് സമ്മതിച്ചു തരാൻ, അതായത് രാഹുലിന് പ്രതിസന്ധികളുണ്ട്, ഇല്ല എന്നൊന്നുമല്ല, നല്ല പ്രതിസന്ധികൾ അയാൾക്ക് മുൻപിലുണ്ട്. ഇനി ജനവിധി തേടുകയാണെങ്കിൽ അത് അയാളുടെ തോൽവിയിലേക്കാണ് കലാശിക്കുന്നതെങ്കിൽ ഈ കേരളം മുഴുവൻ അയാൾക്കൊപ്പമാണ് എന്നുള്ള പിന്നീടുള്ള ഈ രാഹുൽ ആർമിയുടെ പ്രചരണത്തിന് വലിയ കാമ്പില്ലാതെ പോകും. അതിനൊക്കെ അപ്പുറത്തേക്ക് PD സതീശൻ ആദ്യം എടുത്ത ഒരു നിലപാടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഇവന്മാരുടെ നിലപാടുകൾ എവിടെയാണെന്നുള്ളൊരു ചോദ്യം അത് ജനങ്ങളെ ബോധിപ്പിക്കേണ്ടി വരും. ഷാഫിയാണ് ഒരു കോൺഗ്രസിൻ്റെ ഒരു അസറ്റ്, അതൊരു സമ്മാനമായി പാലക്കാടിന് കൊണ്ട് കൊടുത്തത് ഷാഫിയാണ്. അപ്പോൾ ഷാഫി ഇപ്പോൾ ഈ വിഷയത്തിലൊന്നും ഒരു മറുപടിയും പറയാതെ, പ്രതികരണങ്ങളൊന്നും നടത്താതെ ഷാഫി മാറി നിൽക്കുന്നു. അപ്പോൾ സ്വതന്ത്രനായി നിന്ന് മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ കോൺഗ്രസ് തിരികെ എടുക്കുമോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ തന്നെ എടുക്കണമെന്ന് രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ ആവശ്യപ്പെടുന്നുണ്ട്. രാഹുൽ ശരിക്കും ഇപ്പോഴും ഒരു അഗ്നി തന്നെയായിട്ട് ഈ കോൺഗ്രസിന് നിൽക്കുകയാണ്. അല്ല, അഗ്നി 2 തലത്തിലാണ്. ഒന്ന്, സ്വയം ഒടുങ്ങുന്ന അഗ്നി ഉണ്ടാവാം, എല്ലാം നശിപ്പിക്കുന്ന അഗ്നി ഉണ്ടാവും. പക്ഷേ രാഹുലിൻ്റെ കാര്യത്തിൽ നമുക്ക് അത്തരം വിധിയെഴുത്തുകൾക്ക് വരട്ടെ. കാരണം രാഹുലിനെ സംബന്ധിച്ച് രാഹുൽ തൻ്റെ നിലപാടിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്നു. തൻ്റെ ശരികൾ അയാൾ വിളിച്ചു പറയുന്നു. അയാളുടെ തെറ്റും അയാളുടെ സദാചാരമില്ലായ്മയും ഒക്കെ വിലയിരുത്തേണ്ടത് ജനങ്ങളാണ്. ഇതിനകത്തിൽ വേറൊരു ഈ ചർച്ചയിൽ രാഹുൽ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്, എനിക്ക് ദഹിക്കാതെ പോയ പോയിന്റ്. എൻ്റെ അമ്മയുടെ കണ്ണുനീര് കണ്ട് വളർന്ന ഒരാളാണ് ഞാൻ എന്നൊക്കെ രാഹുൽ പറയുന്നുണ്ട്. ആ രാഹുലാണ് അമ്മയെയും പെങ്ങളെയും സൈബർ ഇടത്തിൽ കൊത്തിപ്പറിക്കാൻ ഇട്ടുകൊടുത്തത്. അയാളുടെ ചെയ്തികൾ കൂടിയാണ്. അല്ല, അയാളുടെ ചെയ്തികൾ നമുക്ക് പരിപൂർണമായി പറഞ്ഞുകൂടാ. അയാളുടെ ഒരു സ്വഭാവത്തിലെ വീഴ്ച എന്നൊക്കെ നമ്മൾ പറയുന്നതാണ്, നമ്മുടെ സദാചാരം വെച്ച്, നമ്മുടെ രീതി വെച്ചിട്ട്, നമ്മുടെ അളവുകോൽ വെച്ചിട്ട്. അത് അയാളുടെ ഒരു ലോകത്ത് ജീവിച്ചു. അയാളുടേത് ശരികേടാണോ എന്ന് ഒരു കോടതിയും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇന്ത്യൻ നിയമം അനുവദിക്കുന്ന സ്വാതന്ത്ര്യം അയാളെടുത്തു. ഇന്ത്യൻ നിയമം അനുവദിക്കുന്ന വഴികളിലൂടെയാണ് അയാൾ നടന്നിരിക്കുന്നത്. ഈ സ്ത്രീകളൊക്കെ ഉഭയസമ്മത പ്രകാരമാണ് അയാളുമായി സൗഹൃദത്തിന് ചെന്നത്, സൗഹൃദം സൂക്ഷിച്ചത്. എല്ലാറ്റിനും ഒടുവിൽ എല്ലാ ബന്ധങ്ങളും അവിവാഹിതനുമാണ്, പരിപൂർണമായി അവിവാഹിതനുമാണ്. അപ്പോൾ നമുക്ക്
വേണമെങ്കിൽ രാഹുലിനെ കല്ലെറിയാൻ എവിടെയാണ് രാഹുലിന് അനുകൂലമായൊരു തരംഗം ഉണ്ടായത്? രാഹുലിനെ കല്ലെറിയാൻ ഇറങ്ങിയിരിക്കുന്നവരുടെ ലിസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയേ. സൈബർ ഇടത്തിലെ കമ്മി സഖാത്തികൾ, ഈ സോക്കോൾഡ് ഫെമിനിസ്റ്റുകൾ, പിന്നീട് രാഹുലിനെതിരെ പലതരത്തിലുള്ള നൈരാശ്യം സംഭവിച്ചവർ. എന്ത് കണ്ടിട്ടാണെന്നാണ് മനസ്സിലാവാത്ത ഈ നൈരാശ്യം വരാൻ മാത്രം. അപ്പം ഇത്രയധികം നിരാശാഭാവം പൂണ്ടവർ കല്ലുമെടുത്ത് ഒരു കൂട്ടം ചേർന്ന് രാഹുലിനെ എറിഞ്ഞു ഓടിക്കുമ്പോൾ പുറകിലൊരു കൂട്ടം പറയുന്നു അവനെ എന്തിനാ കൊല്ലുന്നത്, അവനെ വെറുതെ വിട് നിങ്ങൾ. ഇത് നേരത്തെ വെറുതെ വിടാമായിരുന്നു. രാഹുൽ ജനപ്രതിനിധി ആയപ്പോൾ ഇവരെല്ലാം എന്തിനാ പറയുന്നത്? അവർക്ക് അപ്പോഴേ വെറുതെ വിടാമായിരുന്നു. പിന്നീട് രാഹുൽ ഒരു കുറ്റക്കാരനാണ് അല്ലെങ്കിൽ ഒരു പെൺവേട്ടക്കാരനാണ് എന്ന് ആരോപിക്കുന്നവർ അയാളുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ടും അയാൾക്കൊപ്പം നടന്നു, അയാളെ പിന്തുടർന്നു കൊണ്ടിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ സ്ത്രീകളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്ത ഇരയെ തേടി നടക്കുന്ന ഈ പരസ്പരം ഇരയെ അന്വേഷിച്ച് ഇവരെല്ലാം കൂടെ അസോസിയേഷൻ ഉണ്ടാക്കുന്ന കാഴ്ച. അപ്പോൾ ഇതിൽ ചില നിരാശ, ചില പ്രണയ നൈരാശ്യങ്ങൾ, കലിപ്പ്, അസൂയ, ഇതെല്ലാ എലമെൻസും അടങ്ങിയിട്ടുണ്ട്. ജനങ്ങളാരും പൊട്ടന്മാരല്ല. വേണമെങ്കിൽ നമുക്ക് ഈ പേരിൽ രാഹുലിനെ മാത്രം ഒറ്റയ്ക്ക് വീഴ്ത്താം. പക്ഷെ ഇവിടെ രാഹുൽ മാത്രം ഒറ്റയ്ക്ക് വീഴേണ്ടവനല്ല ഈ കേസിൽ. ഇവിടെ വീഴുവാണെങ്കിൽ ഒരു കൂട്ടം മൊത്തത്തിൽ വീഴണം. രാഹുലും വീണോട്ടെ. രാഹുലും ഒപ്പം കൂട്ടുചേർന്ന ഈ ഒരു വലിയ വൃന്ദമുണ്ട്, അവരും വീഴ്ത്തപ്പെടേണ്ടവരാണ്. എനിക്ക് തോന്നുന്നു ഇനി അങ്ങനെ പരാതികളുമായിട്ട് യുവതികൾ അല്ലെങ്കിൽ എനിക്കും ചാറ്റ് അയച്ചു എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വരാൻ സാധ്യത കുറവാണ്. കാരണം പബ്ലിസിറ്റിക്ക് നല്ല അവസരം അല്ല. ഹാഷ്മിയുടെ ഒരു ഇന്റർവ്യൂ വന്നപ്പോൾ തന്നെ ഭയങ്കര ക്രൂക്കഡ് മൈൻഡ് ആയിട്ടുള്ള ഒരാളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. കാരണം ഹാഷ്മിയോട് പറയുന്നുണ്ട്, ഞാൻ അത്ര വൃത്തികെട്ടവനായിരുന്നുവെങ്കിൽ എന്തിനാണ് ഷഹനാസ് എന്നെ ദുബായിലേക്ക് വിളിച്ചത്? ദുബായിലേക്ക് വിളിച്ചു എന്നേ പറഞ്ഞുള്ളൂ. തൊട്ടടുത്ത നിമിഷം ഹാഷ്മിയാണ് ഇടപെട്ടത്. രാഹുൽ അങ്ങനെ പറയരുത്, അവരൊരു ബുക്ക് ഫെസ്റ്റിനാണ് വിളിച്ചത് എന്ന് അത്തരത്തിൽ പൂർണ്ണമായി പറയൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം ഈ പറയുന്ന പോലെ ഇവന്റെ ദൃഷ്ടി പതിഞ്ഞാലേ നശിച്ചു എന്ന് പിഴച്ചു എന്ന് കേൾക്കാൻ ഇനി താല്പര്യം, അങ്ങനെ ഒരു പേരുദോഷവും കൂടെ കേൾക്കാൻ ഇനിയിപ്പോൾ ആർക്കും വയ്യാത്ത. അങ്ങനെ സംസാരിക്കാനുള്ള ഒരു ഓപ്ഷൻ കിട്ടിയല്ലോ, ആ ഓപ്ഷൻ ഒരുക്കി കൊടുത്തല്ലോ. പക്ഷെ എനിക്ക് എപ്പോഴും തോന്നുന്നൊരു സംശയം, അതായത് ഈ കോൺഗ്രസിൽ യുവ നേതാവ് വിവാഹം കഴിക്കാത്ത ഒരു നേതാവായിട്ട് ആകെ ഉള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലല്ല, തൊട്ടിപ്പുറത്ത് CPM യുവനിര വലിയ രീതിയിൽ കിടപ്പുണ്ട്. ഭയങ്കര പരിപാടികൾ അവിടെ നടക്കുന്നു. ഒരുത്തം വീണ് കഴിഞ്ഞപ്പോൾ അവന്റെ മുകളിൽ കയറി അവരുടെ ആരുടെയും ചാറ്റുകൾ വരുന്നില്ല. പക്ഷേ രാഹുലാണെങ്കിൽ എല്ലാത്തിനും അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. എനിക്കൊന്ന് ചാറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. രാഹുൽ ഇപ്പൊ വീണവന്റെ നെഞ്ചത്ത് കയറി നൃത്തം ചവിട്ടാൻ എല്ലാവർക്കും കഴിയും. രാഹുൽ എപ്പോഴാണ് വീണത്? നടി റിനി ആൻ ജോർജ് ആദ്യം ചില ദുരൂഹ വെളിപ്പെടുത്തലുകൾ നടത്തുന്നു. തൊട്ടടുത്ത ദിവസം ഒരു മാധ്യമ സിൻഡിക്കേറ്റ് ഈ അമ്പൊക്കെ വിഷം മറ്റത്ത് ചേർത്ത് കൃത്യതയോടെ ഉന്നം വെച്ച് ചെയ്യുന്നു. അങ്ങനെ രാഹുൽ വീണു എന്നുറപ്പായപ്പോഴാണ് ആദ്യത്തെ അതിജീവിതം ഇങ്ങനെ തലപൊക്കി വന്നത്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് തലപൊക്കിയത്. അതിൽ തന്നെ അസ്വാഭാവികത ഉണ്ടായിരുന്നു. പിന്നീട് KPCC പ്രസിഡന്റിൻ്റെ കമ്പ്യൂട്ടറിലാണ് അടുത്ത ഈ പരാതിക്കാരിയുടെ ആരോപണം പൊങ്ങി വരുന്നത്. പിന്നീട് ഇതെല്ലാം കഴിഞ്ഞ് രാഹുൽ മിടുക്കനാകുന്നു എന്ന് തോന്നിയപ്പോഴാണ് കാനഡയിൽ നിന്ന് ഒരു അടുത്തത് വരുന്നത്. അപ്പോൾ രാഹുലിനെതിരെ ഈ സ്ത്രീകൾക്കൊക്കെ ആ മൂന്നാം പരാതിക്കാരി, അത് മാത്രം മതി നമ്മൾ നിരീക്ഷിച്ചാൽ മതി. ഈ മൂന്നാം പരാതിക്കാരി എന്തുകൊണ്ടാണ് പരാതി കൊടുത്തത്? 1-2 പരാതി വന്നതിന് ശേഷം രാഹുലിനെ വിളിച്ചു, നിനക്കെതിരെ ഈ പ്രശ്നങ്ങളൊക്കെ കേൾക്കുന്നല്ലോ എന്ന് സംസാരിച്ചു. അപ്പോൾ രാഹുൽ അതൊക്കെ തന്മയത്വത്തോടെ പറഞ്ഞ് ഇതൊക്കെ ഇങ്ങനെ നമ്പറാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കാൻ. ഇല്ല, എനിക്ക് നേരിട്ട് കണ്ട് സംസാരിക്കണം, ഞാൻ അടൂരെ വീട്ടിൽ വരും. അടൂരെ വീട്ടിലേക്ക് വലിഞ്ഞേറി വരരുത്, അവിടെ അമ്മയും പെങ്ങളും ഉണ്ട്, എൻ്റെ ജീവിതം കോഞ്ഞാട്ടയാവുമെന്ന് രാഹുൽ പറയുന്നു. എന്നാൽ പിന്നെ നിന്നെ വെറുതെ വിടിയല്ല എന്ന ഭാവത്തിൽ പാലക്കാട്ടേക്ക് പോകുന്നു. ഈ വെച്ചടിച്ച് പാലക്കാട് പോകുന്നു. പാലക്കാട് ഈ യുവതി എന്ന് രാഹുലിനെ വട്ടം ചുറ്റി നടക്കുന്നു. ഈ രാഹുൽ അവിടെ നിന്നില്ല സ്കൂട്ടായി യുവതിക്ക് പിടികൊടുക്കാതെ രക്ഷപ്പെടുന്നു. പിന്നീട് മൊബൈൽ ഫോൺ എടുക്കുന്നില്ല, ആകെ മുങ്ങിക്കളഞ്ഞു. അപ്പോൾ തനിക്ക് നേരെ ചെയ്തത് ഒരു അന്തം വിട്ട ചതിവാണ് എന്ന് കാനഡക്കാർ മനസ്സിലാക്കി. തുടർന്ന് ഫെനിയെ വിളിക്കുന്നു, എനിക്ക് രാഹുലിന് ഒരു 3 മണിക്കൂർ സമയം വേണം, കിട്ടിയേ തീരൂ. അങ്ങനെ അതുപോലും അനുവദിക്കാതെ വന്നപ്പോൾ കലിമൂത്ത് പരാതിയുമായി ഇറങ്ങി. ഇത് വ്യക്തമല്ലേ കാര്യങ്ങൾ? ഇത് തന്നെയല്ലേ നമ്മൾ ഓരോ സീക്വൻസിൽ കാണുന്നത്? ഇവർക്കൊക്കെ രാഹുലിനോട് പരാതി ഉണ്ടായിരുന്നു എങ്കിൽ, രാഹുൽ ബലാത്സംഗത്തിന് ശ്രമിച്ചിരുന്നുവെങ്കിൽ, ഇവൻ മ്ലേച്ഛമായ ചാറ്റുകൾ നടത്തുന്നവനായിരുന്നുവെങ്കിൽ, ഇതൊക്കെ 2023-ലും 2022-ലൊക്കെ തുടങ്ങിയ കലാപരിപാടികളാണ്. അന്ന് തന്നെ പരാതി കൊടുക്കാമായിരുന്നു. പിന്നീട് ഈ ബന്ധം ഒക്കെ വിച്ഛേദിക്കാമായിരുന്നു. അപ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച് ഇത്തരം കാര്യങ്ങളിലെല്ലാം ആഘോഷിച്ച് ഏറ്റവും ഒടുവിൽ
കൂട്ടം ചേർന്ന് ഇപ്പോൾ രാഹുലിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാം ഇരകൾക്ക് എപ്പോഴും ഒരു സമൂഹത്തിലൊരു അഡ്വാൻറ്റേജ് കിടപ്പുണ്ടല്ലോ. അപ്പോൾ ഇരവാദം പൊളിയുന്നു. ആ ഇരവാദം പൊളിയുന്നത് ഇവരെ സംബന്ധിച്ച് സഹിക്കാൻ പറ്റുന്നതല്ല. പക്ഷേ ഫ്യൂച്ചറിൽ ഇത് യഥാർത്ഥ ഇരകളെ സംബന്ധിച്ച് ഇതൊരു വലിയ പ്രശ്നം ഉണ്ടാകും. അവർക്കതൊരു വലിയ പണിയായത്, ഇങ്ങനെയുള്ള ഒരു പ്രത്യാക്രമണവും ഈ പ്രശ്നങ്ങളുമൊക്കെ. അപ്പോൾ രാഹുൽ ഇത്രയധികം സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടും ഇത്രയധികം പ്രശ്നങ്ങളിൽ ചെന്ന് പെട്ടിട്ടും അയാൾക്ക് അനുകൂലമായൊരു വികാരം നിൽപ്പുണ്ടെങ്കിൽ അത് ഒരു പൊതുബോധത്തിൽ നിന്നുണ്ടായതാണ്. ഇതിൽ നീതിമാൻ ആര്? നിങ്ങളിൽ കുറ്റം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. അതാണ് ഈ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഇപ്പോൾ ഉള്ള ഒരു പരസ്പര ചോദ്യം. ജനങ്ങളാരും വിട്ടുകളല്ല. പിന്നെ ഇന്നത്തെ കാലത്ത് ഇത്തരം ഈ പൈങ്കിളി കഥയൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ രാഷ്ട്രീയം പറ, നിങ്ങൾ അഴിമതി കഥ പറ, നിങ്ങൾ ഭരണകൂട വിരുദ്ധത പറ. ഇതൊക്കെയാണ് രാഹുലിൻ്റെ കൈമുതൽ. അപ്പോൾ ഈ പൈങ്കിളി കഥയ്ക്ക് അപ്പുറത്ത് ജനം സീരിയസ് ആയി. ജനത്തിന് കുറച്ചുകൂടെ ബോധമുണ്ട്. എന്തായാലും ഉഭയസമ്മതം രാഹുലിന് അവസരങ്ങൾ മുന്നിൽ ഒരുപാടാണ്. അതായത് വെളുപ്പിക്കാൻ അവസരം കിട്ടുന്നു എങ്കിൽ തന്നെയും ഈ പറഞ്ഞ പോലെ തന്നെ അതിലും ഈക്വലി കുറ്റക്കാരാണ് രണ്ടുപേരും. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ തന്നെ പൊതുബോധം ഉണർന്നതും രാഹുൽ പറയട്ടെ എന്ന് ജനം പറയുന്നതും. രാഹുൽ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കാണ് ഇരവാദം പൊളിയുന്ന ഒരു കാഴ്ചയും കേരളം കാണുന്നത്. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം. നന്ദി. നമസ്കാരം.